ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ലഗ്നഭാവം മുതൽ 12 ഭാവങ്ങളിൽ 4-ാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം അഥവാ 4-ാം ഭാവാധിപൻ ഗ്രഹനിലയിൽ നിൽക്കുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ പറയാം. ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആദ്യം 4-ാം ഭാവാധിപൻ ലഗ്നഭാവത്തിൽ അഥവാ ജന്മഭാവത്തിൽ നിന്നാൽ ജാതകൻ ഒരു വലിയ വിദ്വാനായിരിക്കും. വളരെ ഒതുക്കമുള്ള സ്വഭാവ രീതികളായിരിക്കും. ഈ ജാതകന് നല്ല വീട് സ്വന്തമായി നിർമ്മിക്കുന്നതിനുള്ള യോഗവും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ പിതൃധനം ലഭിക്കുന്നതിനുള്ള യോഗവും ജാതകന് ഉണ്ടായിരിക്കും. അടുത്തത് 4-ാം ഭാവാധിപൻ ഗ്രഹനിലയിൽ 2-ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ജാതകന് നല്ല വിദ്യ അഥവാ തൊഴിൽ കൈവശമുണ്ടായിരിക്കുകയും ധാരാളം സമ്പത്ത് ഉണ്ടായിരിക്കുകയും നല്ല കുടുംബസുഖവും ഭക്ഷണസുഖവും ഉണ്ടായിരിക്കുകയും സമൂഹത്തിൽ നിന്ന് നല്ല ബഹുമാനം ലഭ്യമാകുകയും ചെയ്യും. അടുത്തത് 4-ാം ഭാവാധിപൻ 3-ാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുന്നു എങ്കിൽ ജാതകൻ സ്വന്തമായി പ്രയത്നിച്ച് ഉണ്ടാക്കുന്ന ധനത്തോട് കൂടിയവനായിരിക്കും. ജാതകൻ നല്ല ധർമ്മിഷ്ഠനും ദാനശീലനും ആയിരിക്കുകയും ചെയ്യും. അടുത്തത് 4-ാം ഭാവാധിപൻ 4-ാം ഭാവത്തിൽ തന്നെ നിന്നാൽ അഥവാ സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ എല്ലാവിധത്തിലും ധനമുള്ളവൻ ആയിരിക്കുകയും എല്ലാവർക്കും നല്ല ബഹുമാനമുള്ളവനും നല്ല വിദ്യ അഥവാ തൊഴിൽ കൈവശമുള്ളവനും നല്ല വീടും വാഹനങ്ങളും സ്വന്തമായിട്ട് ഉള്ളവനും ആയിരിക്കും. അടുത്തത് 4-ാം ഭാവാധിപൻ 5-ാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ സമൂഹത്തിൽ നിന്ന് നല്ല ബഹുമാന്യതയും നല്ല ധനസംപ്രാപ്തി ഉള്ളവനും സകല ജനങ്ങൾക്കും സന്തോഷമുള്ളവനും നല്ല ഈശ്വരഭക്തിയുള്ളവനും ആയിരിക്കും. അടുത്തത് 4-ാം ഭാവാധിപൻ 6-ാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ സ്വയം തസ്കരത്വമുള്ളവനും ആഭിചാര പ്രവൃത്തികളെ ഇഷ്ടപ്പെടുന്നവനും ശത്രുക്കളെ സൃഷ്ടിക്കുന്നവനും കടഭാരം ചുമക്കുന്നവനും കോപശീലം ഉള്ളവനും ആയിരിക്കും. അടുത്തത് 4-ാം ഭാവാധിപൻ 7-ാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ ഭാര്യയ്ക്ക് വേണ്ടി മനോഹരമായ വീട് നിർമ്മിക്കുന്നവനും വലിയ വിദ്വാനായിരിക്കുന്നവനും വളരെ ഒതുങ്ങിയ സ്വഭാവ പ്രകൃതം ഉള്ളവനും പിതൃധനം ലഭിക്കുന്നതിന് യോഗം ഉള്ളവനും ആയിരിക്കും. അടുത്തത് 4-ാം ഭാവാധിപൻ 8-ാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ പിതാവ് മൂലമുള്ള സുഖഭാഗ്യാദികൾ ലഭിക്കാത്തവനും പൊതുവെ സുഖക്കുറവ് അനുഭവം ആകുന്നവനും ചിലപ്പോൾ ഒരു ജാരപുത്രൻ ആയിരിക്കുവാൻ സാധ്യത ഉള്ളവനും ആയിരിക്കും. അടുത്തത് 4-ാം ഭാവാധിപൻ 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ സകല ജനങ്ങളും സന്തോഷത്തോടുകൂടി ഇടപെടുന്നവനും സമൂഹത്തിൽ നിന്ന് വളരെ വലിയ ബഹുമാനം ലഭിക്കുന്നവനും ധാരാളം ധനം സമ്പാദിക്കാനുള്ള പ്രാപ്തി ഉള്ളവനും നല്ല ഈശ്വരഭക്തി ഉള്ളവനും ആയിരിക്കും. 4-ാം ഭാവാധിപൻ 10-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ സർക്കാർ ജോലി ലഭിക്കുന്നവനും രസതന്ത്ര വിദ്യകളിൽ താൽപ്പര്യമുള്ളവനും സുഖവും സന്തോഷവും നിറഞ്ഞ ജീവിതം നയിക്കാൻ യോഗമുള്ളവനും ആയിരിക്കും. അടുത്തത് 4-ാം ഭാവാധിപൻ 11-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ
സ്വന്തമായ പ്രവൃത്തികൾ കൊണ്ട് സമ്പാദിക്കുന്ന ധനത്തോടു കൂടിയവനും ധർമ്മിഷ്ഠനും ദാനശീലനും ആയിരിക്കും. അടുത്തത് 4-ാം ഭാവാധിപൻ 12-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ സുഖക്കുറവ് ഉള്ളവനും പിതാവിൽ നിന്നുള്ള സുഖവും സൗഭാഗ്യങ്ങളും ലഭിക്കാതെ വരുന്നവനും ചിലപ്പോൾ ജാരപുത്രനും ആയിരിക്കുന്നതാണ്. മേൽ പറഞ്ഞവകളാണ് ജാതകത്തിൽ ഗ്രഹനിലയിലെ 4-ാം ഭാവാധിപൻ ലഗ്നഭാവം മുതൽ 12 ഭാവങ്ങളിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ജാതകർക്ക് അനുഭവം ആകുന്നത്. 4-ാം ഭാവാധിപന് ബലവും സ്വക്ഷേത്രങ്ങളിലോ ഉച്ചക്ഷേത്രങ്ങളിലോ ബന്ധുക്ഷേത്രങ്ങളിലോ തുടങ്ങിയ ശുഭസ്ഥിതികൾ ഉണ്ടാകുമ്പോൾ മേൽപ്പറഞ്ഞ ശുഭഫലങ്ങൾ അനുഭവം ആകുകയും ശത്രുക്ഷേത്രസ്ഥിതി, നീചരാജിസ്ഥിതി, മൗഢ്യം തുടങ്ങിയ അശുഭസ്ഥിതികൾ ഉണ്ടാകുമ്പോൾ ദോഷഫലങ്ങളുടെ ആധിക്യവും ജാതകർക്ക് അനുഭവം ആകുന്നതാണ്. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹപ്പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷമ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9625232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.